ഹായ് ഓൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ RRBJയുടെ ആപ്ലിക്കേഷനൊക്കെ എല്ലാവരും സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. സബ്മിറ്റ് ചെയ്യാത്ത എന്തെങ്കിലും കൺഫ്യൂഷൻസുകളൊക്കെ ഉള്ളവർ അതൊക്കെ ക്ലിയർ ചെയ്തതിന് ശേഷം ടൈം എടുത്തിട്ട് തന്നെ എന്ത് ചെയ്യുക, നിങ്ങളത് സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ വീണ്ടും നമ്മൾ വീഡിയോസിന് അണ്ടറിൽ ചോദിക്കുക, പറ്റാവുന്നതിനൊക്കെ ഞാൻ റിപ്ലൈ നൽകുന്നതായിരിക്കും. എനിവേ നമ്മൾ നോക്കുകയാണ്, RRBJയിൽ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് ഈ RRBJയുടെ CBT 1 എപ്പോഴാണ് നടക്കുക, CBT 2 എപ്പോഴാണ് നടക്കുക എന്നുള്ളത് അല്ലേ. കാര്യം ഇനി നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് തന്നെ പഠിച്ചിട്ടില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രോപ്പറായിട്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്തിട്ട് എഫക്റ്റീവായിട്ട് CBT 1നും CBT 2നും വേണ്ടി പഠിക്കാൻ പറ്റില്ല. അതിൻ്റെ ഒരു വലിയ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്, CBT 1 എക്സാമിന് ശേഷം CBT 2 എക്സാമിലേക്ക് ഒരുപാട് ഗ്യാപ്പ് വരില്ല. മാത്രമല്ല ചില ആളുകൾ വിചാരിക്കും CBT 1ൻ്റെ റിസൾട്ട് വന്നിട്ട് പഠിച്ചാൽ മതി എന്ന്. CBT 1ൻ്റെ റിസൾട്ട് വന്നിട്ട് CBT 2 എക്സാമിൻ്റെ അടുക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുള്ളത് വെറും 15 ദിവസത്തെ ഗ്യാപ്പ് മാത്രമാണ്. ജസ്റ്റ് 15 ദിവസത്തിന് ശേഷം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, CBT 2 എക്സാം നടന്നു. റിസൾട്ടിന് ശേഷം കേട്ടോ, CBT 1ന് ശേഷമല്ല, റിസൾട്ടിന് ശേഷം. സോ ആ രീതിയിൽ നമ്മൾ നോക്കുക എന്നുണ്ടെങ്കിൽ കൃത്യമായി പ്ലാൻ ചെയ്ത് പഠിക്കുക എന്ന് പറയുന്നത് ഈ എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഞാൻ ഈ എക്സാമുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേര് വീഡിയോൻ്റെ താഴെ ചോദിക്കുന്ന ചോദ്യമാണ് എക്സ്പെക്റ്റഡ് ഡേറ്റ്. കാരണം എക്സ്പെക്റ്റഡ് ഡേറ്റ് കിട്ടിയാലേ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. പ്ലാൻ ചെയ്താലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് കൃത്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ, എക്സിക്യൂട്ട് ചെയ്യാൻ നമ്മൾ കൊണ്ട് കഴിയുള്ളൂ. സോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ നോട്ടിഫിക്കേഷൻ നോക്കിയ സമയത്ത്, നോക്കുന്ന സമയത്ത് അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ജനുവരി 2-നായിരുന്നു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ക്ലോസിംഗ് ഡേറ്റ് 31. ഈ പ്രാവശ്യം വന്നിരിക്കുന്ന ഡേറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഈ പ്രാവശ്യം വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ ഡേറ്റ് എന്ന് പറയുന്നത് എന്താണ്, ജൂലൈ ആണ് അല്ലേ. ജൂലൈ 31 നമുക്ക് സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് എന്ന് പറയുന്നത്. ഓഗസ്റ്റ് 30 വരെയാണ് വരുന്നത്. സോ ആ രീതി അതൊക്കെ നിങ്ങളുടെ മൈൻഡിൽ വരണം. ഇനി അതേപോലെ തന്നെ ഫസ്റ്റ് സ്റ്റേജ് CBT എന്ന് പറയുന്നത് ആദ്യത്തെ തവണ, അതായത് ഇത് നോക്കേണ്ടത് CBT 1 നടന്നിട്ടുള്ളത് അവർ കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏപ്രിൽ മെയ് മാസത്തിനുള്ളിൽ നടത്തുമെന്നാണ് അവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് 2019 നോട്ടിഫിക്കേഷനിൽ പറഞ്ഞത്. ഇപ്രാവശ്യം അവരത് പറയാത്തത് ശരിക്കും എന്താ പറയുക, ഉദ്യോഗാർത്ഥികൾക്ക് കുറച്ചുകൂടി ഒരു ഐഡിയ കിട്ടാതെ പോകാൻ ഒരു കാരണമായി തീർന്നിട്ടുണ്ട്. അവർക്ക് ശരിക്കും ഒന്ന് സ്പെസിഫൈ ചെയ്യായിരുന്നു. നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് CBT 1 എപ്പോഴാണ് കണ്ടക്ട് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു ടെൻറ്റേറ്റീവ് ഡേറ്റ് എങ്കിലും പറയായിരുന്നു. പിന്നെ വേറൊരു കാര്യമുണ്ട്, അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിൻ്റെ ഒക്കെ കാര്യത്തിൽ ടെൻറ്റേറ്റീവ് ഡേറ്റ് പോലും അവർ എന്ത് ചെയ്തിട്ടുണ്ട്, വയലേറ്റ് ചെയ്തിട്ടുണ്ട്. അത് വേറെ കാര്യം. എനിവേ ഒരു ടെൻറ്റേറ്റീവ് ഡേറ്റ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എന്തായിരുന്നു, ടൈം ബൗണ്ടഡ് ആയിട്ട് പഠിക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ആ ഒരു ടെൻറ്റേറ്റീവ് ഡേറ്റ് പറഞ്ഞു ഏപ്രിൽ മെയ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ RRBJൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. RRBJൻ്റെ നോട്ടിഫിക്കേഷന് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ കൊല്ലത്തെ പോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരുന്നതായിട്ടാണ് കാണുന്നത്. ചെറിയ ചെറിയ മാറ്റങ്ങളാണ് ഈ പ്രാവശ്യത്തെ നോട്ടിഫിക്കേഷനിൽ വന്നത്. അതായത് RRBJ വലിയ മാറ്റങ്ങളോടൊന്നും താല്പര്യമില്ലാത്തവരാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാം. അങ്ങനെ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ അതേ ട്രെൻഡ് തന്നെ ഫോളോ ചെയ്യാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ജനുവരി 31 എന്ത് ചെയ്യുന്നത്, ഈ ഡേറ്റ് അവസാനിക്കുന്നത്, ക്ലോസിംഗ് ഡേറ്റ്. അപ്പോൾ ജനുവരി 31 കഴിഞ്ഞിട്ട് CBT 1 നടന്ന ഡേറ്റ് അതോടെ നമുക്ക് നോക്കാം. CBT 1 നടന്ന ഡേറ്റ്, അപ്പോൾ CBT 1 അന്ന് നടന്ന ഡേറ്റ് എന്ന് പറയുന്നത് മെയ് 22 മുതൽ ജൂൺ 2 വരെ ആയിരുന്നു നടന്നത്. എന്ന് വെച്ചാൽ ജാനുവരി 31 നോട്ടിഫിക്കേഷൻ കഴിഞ്ഞു, അതായത് സബ്മിഷൻ ചെയ്യാനുള്ള സമയം കഴിഞ്ഞു. അങ്ങനെ നോക്കുമ്പോൾ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ 3 കംപ്ലീറ്റ് മന്ത് അവിടെ വന്നിട്ടുണ്ട് അല്ലേ. ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ, പിന്നെ ഈ മെയ് മാസത്തിൽ ഒരു 22 ദിവസം കൂടി ആഡ് ചെയ്യുമ്പോൾ ടോട്ടലി നമുക്ക് 90 22 112 ദിവസമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, CBT 1ൻ്റെ ഇടയ്ക്ക് കിട്ടിയത്. പിന്നെ ഈ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഒരുപാട് ടയറായിട്ടാണ്, അതായത് ഒരുപാട് ഷിഫ്റ്റുകളിലാണ് എക്സാം നടക്കുക, ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഉണ്ടാവും. അതുകൊണ്ട് 1-2 ദിവസങ്ങളിലല്ല, കുറേ ദിവസങ്ങളായിട്ടാണ് എക്സാം നടക്കുക. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഏതാണ്ട് ഒരു 110 ദിവസമെങ്കിലും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, മിനിമം നമുക്ക് കിട്ടുന്നുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ നിങ്ങളൊരു കാര്യം കൂടി മനസ്സിലാക്കുക, ഇപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 110 അല്ല നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ളത്, അതിൽ കൂടുതൽ കിട്ടും. കാരണം നോട്ടിഫിക്കേഷൻ്റെ ഡേറ്റ് കഴിഞ്ഞിട്ടില്ലല്ലോ. അതായത് നോട്ടിഫിക്കേഷൻ്റെ ഡേറ്റ് കഴിഞ്ഞിട്ട് 112 ദിവസങ്ങളാണ് കഴിഞ്ഞ പ്രാവശ്യം എക്സാമിൻ്റെ ഇടയ്ക്ക് കിട്ടിയത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ഓഗസ്റ്റിൽ നമ്മൾ നോട്ടിഫിക്കേഷന് 30 ഓഗസ്റ്റ്, ഈ മാസം 30 വരെ നിങ്ങൾക്ക് സബ്മിഷൻ ചെയ്യാവുന്നതാണ്. അങ്ങനെ സബ്മിഷൻ ചെയ്തതിന് ശേഷം സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ഈ 3 ഫുൾ മാസങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠിക്കാനുള്ളത് അവസരമായിട്ട് കിട്ടും. പിന്നെ ഡിസംബറിലായിരിക്കും, അതായത് ഡിസംബർ ഒരു മിഡിലായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, എക്സാം വരുന്നുണ്ടാവുക. ഒരു ഡിസംബർ 20, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഡേറ്റ് നോക്കുകയാണെങ്കിൽ ഒരു ഡിസംബർ 20-ന് ശേഷം നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, നമുക്ക് ഏത് സമയവും ഡേറ്റ് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഡിസംബറിലായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, CBT 1 എക്സാം കണ്ടക്ട് ചെയ്യാനുള്ള സാധ്യത. ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ ഡിലേ വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ,
അല്ലാത്ത പക്ഷം ഡിസംബറിലായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടാവുക, CBT 1 നടക്കാൻ പോകുന്നത്. CBT 1 നടന്നതിന് ശേഷം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2.5 മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്, CBT 2. അങ്ങനെ നോക്കുമ്പോൾ മാർച്ച് 2025 ഇതൊക്കെ നമ്മൾ എന്താണ് ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഡേറ്റ്സുകൾ കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ്റെ ട്രെൻഡ് നോക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്ന കാര്യങ്ങളാണ്. സോ അങ്ങനെ നോക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം CBT 2 എക്സാം എന്ന് പറയുന്നത് മാർച്ചിൽ നടക്കാനാണ് സാധ്യതയുള്ളത്. സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ഡേറ്റ് വെച്ച് പഠിക്കുമ്പോൾ നമ്മൾ ടൈം ബൗണ്ടഡ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യും. ഇതിനെക്കാട്ടിലും മുന്നേ വരാനുള്ള സാധ്യത കുറവാണ്. എന്തെങ്കിലും ഡിലേ വരികയാണെങ്കിൽ മാത്രമേ, ഇപ്പോൾ റെയിൽവേൻ്റെ ഒരു ട്രെൻഡ് അങ്ങനെയാണ്, ഡിലേ വരികയാണെങ്കിലുള്ള സാധ്യതയുള്ളൂ, ഇതിനെക്കാട്ടിലും മുന്നേ വരാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഉള്ള ദിവസങ്ങളെ കൃത്യമായി പ്ലാൻ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഈ CBT 1ൻ്റെ ടോപ്പിക്കും CBT 2ൻ്റെ ടോപ്പിക്കും നമുക്ക് കവർ ചെയ്യാൻ പറ്റും. JEE എക്സാംസിൽ ഏറ്റവും വലിയ ഡിഫിക്കൽട്ടീസിൽ ഒന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത് ടയർ 1 എക്സാമിനേഷൻ ആയിരിക്കും, CBT 1. സോ CBT 2വിനേക്കാൾ കോമ്പറ്റീഷൻ വരാൻ പോകുന്നത് CBT 1ലായിരിക്കും. സോ CBT 1ൻ്റെ കട്ട് ഓഫ് ഉയരാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. ലോജിക്കലി ആലോചിക്കുന്ന സമയത്ത് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ ഉദ്യോഗാർത്ഥികൾ കൂടുതൽ അപ്ലൈ ചെയ്യാൻ സാധ്യതയുണ്ട്. കാര്യം ഈ വർഷത്തെ ആളുകൾ കൂടി ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്ലൂഡ് ആകുന്നുണ്ട്. സോ നമ്പർ ഓഫ് അപ്ലിക്കൻസ് കൂടാനുള്ള സാധ്യതയുണ്ട്. സോ അങ്ങനെ നോക്കുന്ന സമയത്ത് വേക്കൻസി ആണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ അത്ര വരുന്നില്ല. ഇതെല്ലാം കൂടി കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഹൈ ആയിട്ടുള്ള ഒരു കട്ട് ഓഫ് CBT 1ന് വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. സോ ഈ CBT 1 കൂടുതൽ ക്വാളിഫൈ ചെയ്യാൻ സാധ്യതയുള്ള ആളുകൾ ആരായിരിക്കും? നിലവിൽ നോൺ ടെക്നിക്കലിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആളുകളായിരിക്കും അല്ലേ. നിലവിൽ നോൺ ടെക്നിക്കലിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്നത് ആരൊക്കെ ആയിരിക്കും? അത് SSC എക്സാമുകൾക്ക്, ബാങ്കിങ് എക്സാമുകൾക്ക്, CGL ഒക്കെ പോലുള്ള എക്സാം ഉണ്ടല്ലോ, CGL, CHSL ഒക്കെ പോലുള്ള അങ്ങനെയുള്ള എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളായിരിക്കും മിക്കവാറും എന്ത് ചെയ്യുന്നുണ്ടാവുക, ഈ CBT 1ൽ നന്നായിട്ട് ക്വാളിഫൈ ചെയ്തിട്ട് മുന്നോട്ട് വരുന്നുണ്ടാവുക. എന്നാൽ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള എഞ്ചിനീയേഴ്സ് ആയിട്ടുള്ള, അതായത് ടെക്നിക്കൽ സബ്ജക്റ്റിൽ നല്ല നോളജ് ഉള്ള ആളുകൾ വളരെ കഷ്ടപ്പെട്ടിട്ടായിരിക്കും CBT 1ന് വേണ്ടി പഠിക്കുന്നുണ്ടാവുക. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, CBT 1 നിങ്ങൾ ക്ലിയർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ CBT 2ലേക്ക് വരുന്ന സമയത്ത് ടെക്നിക്കലിൽ 100 മാർക്കിന്റെ ചോദ്യങ്ങളും നോൺ ടെക്നിക്കൽ 50 മാർക്കിന്റെ ചോദ്യങ്ങളും ഉള്ളത്. സോ അവിടെ നിങ്ങൾക്കൊരു അപ്പർ എഡ്ജ് കിട്ടും. CBT 1ൽ നോൺ ടെക്നിക്കൽ ഫുള്ളായിട്ട് ഫോക്കസ് ചെയ്ത ആളുകൾക്ക് അവസരം കിട്ടുമെങ്കിൽ CBT 2ൽ ടെക്നിക്കൽ നന്നായിട്ട് പഠിച്ച ആളുകൾക്കായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, കൂടുതൽ അവസരം കിട്ടുന്നുണ്ടാവുക. ഉറപ്പായിട്ടും ഒരു 95 എബോവ് CBT 2ൽ. CBT 2 നിങ്ങൾക്കറിയാം 150 മാർക്കിലാണ് അല്ലേ. 150ൽ ഒരു 100 എബോവ് വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കിട്ടാനുള്ള എല്ലാ സാധ്യതയും അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്നാൽ CBT 1ൽ ഹൈ ലെവൽ കോമ്പറ്റീഷൻ ആയിരിക്കും നടക്കാൻ സാധ്യത. സോ CBT 1 നന്നായിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ഏറ്റവും മാക്സിമം സ്കോർ തന്നെ എടുക്കാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാർക്ക്, അതായത് 100 ചോദ്യത്തിൽ 75 ചോദ്യങ്ങളെങ്കിലും മിനിമം നിങ്ങൾ എന്ത് ചെയ്യാൻ നോക്കണം, നിങ്ങൾ ശരിയാക്കാൻ നോക്കണം. അല്ലെങ്കിൽ 75ന്റെ മുകളിലേക്കെങ്കിലൊക്കെ പോയാൽ പോലും അത്ഭുതപ്പെടാനില്ല എന്നാണ്. കട്ട് ഓഫ് അത്രയും ഉയർന്നാൽ പോലും അത്ഭുതപ്പെടാനുണ്ടാവില്ല. സോ അത് ഞാൻ ഈ കട്ട് ഓഫിന്റെ ജസ്റ്റ് ഒരു കാര്യം പറയുകയാണ്. കട്ട് ഓഫിന്റെ ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് നമുക്ക് എന്ത് ചെയ്യാം, തീർച്ചയായിട്ടും ചെയ്യാം. ഒരുപാട് ആളുകൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. കട്ട് ഓഫ് വീഡിയോ ചെയ്യാൻ എനിക്ക് തീരെ താല്പര്യം ഇല്ലാവാറില്ല. പക്ഷേ നിങ്ങൾ ഒരുപാട് ആളുകൾ റിക്വസ്റ്റ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ തീർച്ചയായിട്ടും കട്ട് ഓഫ് അനാലിസിസിന്റെ ഒരു വീഡിയോ കൂടി ചെയ്യുന്നതായിരിക്കും. സോ ഇതുമായി എൻ്റെ ഈ ഒരു എന്താ പറയുക എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനാലിസിസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ വീഡിയോന്റെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ നൽകും. അപ്പോൾ നമ്മൾ RRB JEE എക്സാമിന് ഇനിയുള്ള ദിവസങ്ങൾ ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് ഒരു മികച്ച സ്റ്റഡി പ്ലാനോട് കൂടി പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ RRB JEEക്ക് വേണ്ടി നമ്മൾ തുടങ്ങുന്ന ഒരു സ്പെഷ്യൽ ഗോൾഡ് ബാച്ച് ഉണ്ട്. സോ ഈ ഒരു ഗോൾഡ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോമിൽ ഫില്ല് ചെയ്യുക. അതേപോലെ സ്ക്രോൾ ചെയ്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും ഇൻഫർമേഷൻ ലഭിക്കുന്നതായിരിക്കും. സോ നന്നായിട്ട് പഠിക്കുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.